ജഗദീഷ് ചേട്ടൻ പറഞ്ഞ ഒരു നല്ല കാര്യമാണല്ലോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്ന് ഇലക്ഷന് പങ്കെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യമാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്ന് ഇങ്ങനെ ഏറ്റെടുക്കണമെന്നേ. ഇപ്പം അമ്മ സംഘടന പേര് തന്നെ അമ്മ എന്നല്ലേ. അപ്പം പിന്നെ സ്ത്രീകൾ ആരെങ്കിലുമൊക്കെ വന്ന് മേളിലിരുന്ന് മറ്റേ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടാനായിട്ടോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പരിഗണനകളും കാര്യങ്ങളിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. എല്ലാ സ്ത്രീകളും സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ പോലും ഒരു പക്ഷേ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആളുകളെ ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഇതിനകത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം നിലവിലുള്ള ഈ അലമ്പും അടിപൊളി കേസ് കിട്ടും. കാര്യമൊക്കെ ശരിയാണ്. നമ്മളെല്ലാവരും സിനിമ കാണുന്നവരെ ഈ പറയുന്ന സിനിമ നടന്മാരില്ല, ഇവരൊക്കെ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരോടൊക്കെ ഒരുപാട് ആരാധനയുള്ളവരും ഒക്കെയാണ് നമ്മളൊക്കെ. ഇപ്പോൾ എല്ലാവരും ഇല്ലെങ്കിലും എന്നെപ്പോലെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ സിനിമ കാണാത്ത ആരാ ഉള്ളത്? എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളികളെല്ലാം സിനിമകൾ കാണും. കുറച്ച് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ മലയാളം സിനിമകൾ കാണത്തില്ല. അവർ മറ്റ് ഭാഷകളിലുള്ള സിനിമകളൊക്കെ കാണുള്ളൂ. മലയാള സിനിമയുടെ പുച്ഛമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. എന്നാലും എത്രയോ ആൾക്കാരുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചും അല്ലാണ്ടും ഒക്കെ. ഇപ്പം എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുമാതിരിപ്പെട്ട പിള്ളേർ സെറ്റാണെങ്കിലും ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിലും എല്ലാവർക്കും ഒരു സ്വപ്നമായിട്ടുള്ളൊരു സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോലും ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് തന്നെ പെൺകുട്ടികളാണെങ്കിലും അല്ലെ വീട്ടുകാരാണെങ്കിലും അല്ലെ ഫിലിം ഇൻഡസ്ട്രിയിലാണെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പോക്കാന്നുള്ള ഒരു ലൈനിലുള്ള വർത്തമാനങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്നു തുടങ്ങിയ ഒരു സമയമാണ് ഇപ്പം നടക്കുന്നത്. ഒരിടക്കാലം കൊണ്ട് അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ഈ പിന്നെ ഹേമ കമ്മീഷൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്നു തുടങ്ങി. അതായത് അവൾ ശരിയല്ല, അവൾ സിനിമയിൽ അവൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നവൾ അവൾ പോക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം. അപ്പോൾ ശരിയെന്നാൽ.